അമേരിക്കൻ ഭരണസിരാ കേന്ദ്രമായ ക്യാപിറ്റോൾ മന്ദിരത്തിന്റെ കാനൻ ഹൗസ് ബിൽഡിംഗിൽ ബുധനാഴ്ച പുലർച്ചെ പൊടുന്നനെ ഒരു പ്രതിഷേധം നടക്കുന്നു. കറുത്ത പാൻസും ചുവന്ന ടീഷർട്ടും ധരിച്ച നൂറുകണക്കിന് യുവതിയുവാക്കൾ തന്ത്രപ്രധാനമായ ഈ ഓഫീസ് കെട്ടിടത്തിലേക്ക് പൊടുന്നനെ ഇരച്ചു കയറുകയാണ്. ഇവർ എവിടെ നിന്ന് വന്നുവെന്നോ ഇവിടേക്ക് വരാൻ എങ്ങനെ പദ്ധതി തയ്യാറാക്കിയെന്നോ എന്ന് ലോകത്തിലെ ഏത് രഹസ്യ സ്വഭാവങ്ങളെയും മണത്ത് കണ്ടുപിടിക്കുന്ന അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് പോലും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. മിനിറ്റുകൾക്കുള്ളിൽ ഒത്തുചേർന്നതിനാൽ അമേരിക്കൻ കോൺഗ്രസ് ജീവനക്കാരെയും നിയമപാലകരെയും സംഭവം ഒരുപോലെ അമ്പരപ്പിക്കുന്നുണ്ട്. ഗാസിയെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന മുദ്രാവാക്യമായിരുന്നു അവർ ധരിച്ച ടീഷർട്ടുകളിലെ ഒരു ഭാഗത്ത് എഴുതിയിരുന്നതെങ്കിൽ മറുഭാഗത്ത് ഇസ്രയേലിനെ ആയുധമാക്കുന്നത് അമേരിക്ക അവസാനിപ്പിക്കൂ എന്ന് ജൂതന്മാർ പറയുന്നു എന്നുമായിരുന്നു അവർ അവരുടെ ടീഷർട്ടുകളിലും വസ്ത്രങ്ങളിലും പ്ലക്കാർഡുകളിലുമെല്ലാം എഴുതി ചേർത്തത്. അഥവാ ക്യാപിറ്റോൾ മന്ദിരത്തിലേക്ക് പ്രതിഷേധവുമായി ഇരച്ചെത്തിയവർ ഇസ്രയേലിലെ ജൂത വിരുദ്ധ ജൂതന്മാരാണ് എന്ന് വെച്ചാൽ നെതന്യാഹുവിൻ്റെ ഈ ക്രൂരമായ ശൈലിക്കെതിരെ പടപൊരുതുന്ന ജൂതന്മാർ. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ണുവെട്ടിച്ച് തന്ത്രപ്രധാന ഇടത്ത് പ്രവേശിച്ച ജൂവിഷ് വോയിസ് ഫോർ പീസ് അഥവാ JVVയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തെ പക്ഷേ അമേരിക്കൻ പോലീസ് വളരെ ക്രൂരമായാണ് നേരിട്ടത്. പ്രതിഷേധക്കാർ ഇരച്ചു കയറിയ വിവരമറിഞ്ഞ് കൂടുതൽ മിലിറ്ററി പോലീസ് ഫോഴ്സുകൾ സ്ഥലത്തെത്തുകയും ഈ പ്രതിഷേധക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയും അതിക്രൂരമായി തന്നെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്യുന്ന കാഴ്ച ഇപ്പോൾ ലോകമാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാപിറ്റോൾ പോലീസ് ഉടൻ തന്നെ പ്രദേശം അടച്ചുപൂട്ടുകയും ചെയ്തു. ഇത് ചരിത്രത്തിലെ ഒരു നിമിഷമാണ്. നമ്മൾ ഫലസ്തീൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന് പറയേണ്ടി വരും. ഈ വംശഹത്യ അവസാനിപ്പിക്കാൻ ഞങ്ങളിതാ മുന്നോട്ട് വന്നിരിക്കുന്നു. പ്രതിഷേധക്കാരനായ ലിവ് കുനിൻസ് ബെർക്കോവിസ്റ്റിന്റെ വാക്കുകളാണിത്. വംശീയ ഉന്മൂലനത്തെയും വംശഹത്യയെയും അതിജീവിച്ചവരുടെ പിൻഗാമികളാണ് ഞങ്ങൾ. നമ്മുടെ പൂർവികരും മുത്തശ്ശിമാരും ഞങ്ങളെ പഠിപ്പിച്ചത് ലോകം കണ്ടിട്ടില്ലാത്ത ക്രൂരത അരങ്ങേറുമ്പോൾ അവിടെ കാഴ്ചക്കാരനായി ഇരിക്കുക എന്നതല്ല, പ്രതിഷേധിക്കുക എന്നതാണ്. സമാധാനപരമായി നിയമം ലംഘിച്ചുകൊണ്ടുള്ള പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടുള്ള സമരമാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. അതാണ് ഈ പ്രതിഷേധം. ഞങ്ങളുടെ സർക്കാർ ആളുകളെ ശ്രദ്ധിക്കാൻ വിസമ്മതിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് ഇതാണെന്നും ബെർക്കോവിസ്റ്റ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ വാക്കുകളും അവരുടെ പ്രവൃത്തികളും പ്രതിഷേധത്തിന്റെ അലിയൊലി തന്നെ തീർത്തു. ഒക്ടോബറിലെ അധിനിവേശം ആരംഭിച്ച ശേഷം ബെഞ്ചമിൻ നെതന്യാഹു ആദ്യമായാണ് ഒരു വിദേശ അതല്ലെങ്കിൽ അമേരിക്കയിൽ തന്നെ സന്ദർശനം നടത്തുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗം അമേരിക്കൻ കോൺഗ്രസിൽ നടക്കാനിരിക്കുകയുമാണ്. ആ പ്രസംഗത്തിന്റെ മണിക്കൂറുകൾക്ക് മുൻപാണ് ഇത്തരമൊരു പ്രതിഷേധത്തിന്റെ ചൂട് അമേരിക്കയും നെതന്യാഹുവും നേരിട്ട് അനുഭവിച്ചത്. 9 മാസത്തിലേറെയായി ഗാസയിലെ മരണങ്ങൾക്കും സർവനാശത്തിനും ഒരു കുറവുമില്ലാതെ ഇസ്രയേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രയേൽ ആക്രമണത്തിൽ 39,000-ത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അവരിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണ്. ഈ സാഹചര്യത്തിലും അമേരിക്ക നൽകുന്നത് കൈമെയ് മറന്ന പിന്തുണയും സഹായവുമാണ്. ഇത് ലോക സമൂഹത്തിൽ അമേരിക്കയെ വെറുക്കപ്പെട്ട ഒരു രാജ്യമാക്കി പോലും ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ജോ ബൈഡൻ ഭരണകൂടം ഇസ്രയേലിന് $14 ബില്യൺ സൈനിക സഹായത്തിന് അനുമതി നൽകി. ആയുധങ്ങളുടെയും യുദ്ധോപകരണങ്ങളുടെയും ഒഴുക്ക് ഇതിനു പുറമെ നിർലോഭം തുടരുകയും ചെയ്യുന്നു. ഇതെല്ലാം കൂടാതെ വെടിനിർത്തലിന് ആവശ്യപ്പെടുമായിരുന്ന 3 ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ അമേരിക്ക വീറ്റോ ചെയ്യുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഗാസയിലെ ഇസ്രയേലി തടവുകാരെ മോചിപ്പിക്കുന്ന കരാറിന്റെ ഭാഗമായി മെയ് മാസത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ബൈഡൻ ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ സമ്പൂർണ്ണ വിജയം വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രയേൽ പ്രതിജ്ഞയെടുത്തതിനാൽ ഇസ്രയേലിന് പിന്തുണയുമായി ബൈഡൻ വാക്കുമാറ്റി മുന്നോട്ട് വരുന്ന കാഴ്ചയും ലോകം കണ്ടു. ഇസ്രയേലിന്റെ സമ്മർദ്ദത്തിന് മുൻപിൽ ബൈഡൻ വഴങ്ങി. അമേരിക്ക ശതകോടിക്കണക്കിന് ഡോളർ ആയുധങ്ങൾ ഇസ്രയേലിലേക്ക് അയക്കുമ്പോൾ ഞങ്ങളാരും സുരക്ഷിതരായിരിക്കില്ല എന്ന് എനിക്ക് അറിയാം എന്നായിരുന്നു അമേരിക്കയിലെ തന്നെ മറ്റൊരു ആക്ടിവിസ്റ്റായ സ്റ്റെയിൻ അൽ ജസീറയോട് വ്യക്തമാക്കുന്നത്. നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഏറ്റവും മോശമായ ക്രൂരതകളിൽ ഒന്നാണിത്. ഇത് തടയാൻ ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നു എന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ ഇന്ന് ഇവിടെയുണ്ട്. പുരോഗമന ജൂത ഗ്രൂപ്പുകൾ രാജ്യത്തുടനീളം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരും എന്നും അവർ പറയുന്നുണ്ട്.
കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ക്യാപിറ്റോൾ ഹില്ലിൽ സമാനമായ പ്രകടനവും റോഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും രാഷ്ട്രീയ ഓഫീസുകളിലും റാലികളും ഉപരോധങ്ങളുമൊക്കെ തങ്ങൾ നടത്തി. അത്തരം നേരിട്ടുള്ള പ്രവർത്തനം ഫലപ്രദമാണോ എന്ന ചോദ്യത്തിന് സ്റ്റെയിൻ അസന്ദിഗ്ധമായിട്ട് പറയുന്നുണ്ട്, അതെ, ഇത് തീർച്ചയായും തുടരുകയും ഇത് അധികാരികളുടെ കണ്ണു തുറക്കാൻ സഹായിക്കുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന്. ഒക്ടോബറിൽ നടന്ന ഹമാസിന്റെ മുന്നേറ്റം ഒരു നല്ല ഉദാഹരണമാണ്. ഇസ്രയേൽ സർക്കാർ ചെയ്യുന്നതിനെ എതിർക്കുന്ന 10,000-കണക്കിന് ജൂതന്മാരുണ്ടെന്ന് കാണിക്കാൻ ഞങ്ങൾക്ക് ഈ സമരം മൂലം കഴിഞ്ഞു. ഹോളോകോസ്റ്റ് അതിജീവിച്ചവരുടെ പേരക്കുട്ടി എന്ന നിലയിൽ വംശഹത്യ വീണ്ടും ആവർത്തിക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള കഥകൾ കേട്ടാണ് ഞാനും വളർന്നത് എന്നാണ് മറ്റൊരു ആക്ടിവിസ്റ്റായ ടാൽ ഫ്രീഡനും വ്യക്തമാക്കിയത്. ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ അയക്കുന്നത് അമേരിക്ക നിർത്തണമെന്ന് ആവശ്യപ്പെടാൻ ഞാൻ ഇന്ന് ഇതാ ഈ സമരത്തോടൊപ്പം ഇവിടെയുണ്ട് എന്നും അദ്ദേഹം അൽ ജസീറയോട് പറയുന്നുണ്ട്. ക്യാപിറ്റോളിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത 400ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ 400-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് സമരക്കാർ പറയുന്നത്. എത്ര എന്നത് ക്യാപിറ്റോൾ പോലീസ് ഇതുവരെയും ഇതു സംബന്ധിച്ച സ്ഥിരീകരണ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. 9 മാസമായി ഇസ്രയേൽ സർക്കാർ ഒരു വംശഹത്യ നടത്തുന്നത് ഞങ്ങൾ ഭയത്തോടെയാണ് കാണുന്നത്. US കോൺഗ്രസിന്റെ ആയുധവും ധനസഹായവും ഉപയോഗിച്ച് ഈ ഭീകരത അവസാനിപ്പിക്കാൻ ബൈഡൻ ഭരണകൂടത്തിന് ഇന്ന് അധികാരമുണ്ട്. പകരം ഞങ്ങളുടെ പ്രസിഡന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറെടുക്കുന്ന കാഴ്ചയാണ്. കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുവാനുള്ള ക്ഷണം നൽകി കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ അതിഥിയായി ആദരിക്കുന്നു. ഇത് മതി. ബൈഡനും കോൺഗ്രസും ജനങ്ങൾ പറയുന്നത് ഇനിയെങ്കിലും കേൾക്കണം. ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്കിപ്പോൾ ആയുധ ഉപരോധം ആവശ്യമാണ് എന്നായിരുന്നു JVP ആക്ടിവിസ്റ്റ് ഡയറക്ടർ സ്റ്റെഫാനി ഫോക്സും വ്യക്തമാക്കിയത്. ഏതായിരുന്നാലും അമേരിക്കയിൽ തന്നെ നെതന്യാഹു എന്ന ജൂതരാഷ്ട്രത്തിൻ്റെ തലവൻ ഒരു സന്ദർശനം നടത്താനും അമേരിക്കൻ കോൺഗ്രസിൽ പ്രസംഗിക്കാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ഇതേ ജൂതന്മാർ തന്നെ ഇവർക്കെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു എന്നത് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല അമേരിക്കയെ നാണം കെടുത്തുക കൂടി ചെയ്തിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിൻ്റെ അലയൊലികൾ അമേരിക്കയിൽ വരും ദിവസങ്ങളിലും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്.